Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin nabiyyina Muhammadin wa ala alihi wa sahbihi ajma'in, amma ba'd. പരിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിലെ 12-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണമാണ് പറഞ്ഞു വരുന്നത്. ആദ്യത്തെ 15 ആയത്തുകളൊന്ന് ഒരുമിച്ച് ഓതി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഈ ആയത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നാ നഹ്നു നുഹ്യിൽ മൗത എന്ന് പറഞ്ഞ ആശയത്തെ നമ്മൾ വിശദീകരിച്ചു. ഏറെക്കുറെ ആയത്തുകൾ നമ്മൾ പറഞ്ഞു. എങ്ങനെ എന്താ പറഞ്ഞ ഏതൊക്കെയാ പറഞ്ഞ? ഓക്കെ. അപ്പം അതിന് മുമ്പ് ആ പറഞ്ഞ ആയത്തുകൾ ഇപ്പം നിങ്ങൾ പറഞ്ഞ 10 മുതൽ 21 വരെ നമ്മൾ പറഞ്ഞ ആയത്തുകൾ, 82 മുതൽ 82-ലെ 11 വരെ പറഞ്ഞ ആയത്തുകൾ അല്ലാഹു തആല എഴുതി വെക്കും എന്ന് പറഞ്ഞ വിഷയങ്ങളാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത എന്നതിനെ നമ്മൾ വിശദീകരിച്ചത് 3-ൽ 156 മുതലുള്ള ആയത്തുകളായിരുന്നു. ഇല്ലേ? എഴുതിയില്ലേ? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത. അതെ 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 അതാണ് ഞാൻ പറഞ്ഞത്. അത് ഇന്നാ നഹ്നു ഈ ആയത്തിൽ
പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത്. 3 കാര്യം. ഒന്ന്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത്ത, തീർച്ചയായും മരണപ്പെട്ടവരെ നാം തന്നെയാണ് ജീവിപ്പിക്കുന്നത്. 1. 2, വനക്തുബു മാ ഖദ്ദമു വ ആസാറുഹും, നക്തുബു എന്ന് പറഞ്ഞ നാം എഴുതി വെക്കും എന്ന് പറഞ്ഞ കാര്യം, എഴുതി വെക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ കാര്യം. 3-ാമത്തെ കാര്യം വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫി ഇമാമിൻ മുബീൻ, ഒരു രേഖയിൽ, വ്യക്തമായ രേഖയിൽ എല്ലാം നാം ക്ലിപ്തമാക്കി, അഹ്സ എന്ന് പറഞ്ഞാൽ കൃത്യമാക്കി രേഖപ്പെടുത്തി നിജപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ, ഈ എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തമായ രേഖയിൽ നാം നിജപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പഠിക്കാനുള്ളതാണ്. അതിന് തൊട്ടു മുന്നിലുള്ളത് നാം എഴുതി വെക്കും, അള്ളാഹു എഴുതി വെക്കും എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ മുമ്പിൽ പറഞ്ഞതാണ് ഇന്നാ നഹ്നു നുഹ്യിൽ മൗത്ത. അപ്പൊ ഇന്നാ നഹ്നു നുഹ്യിൽ മൗത്ത എന്ന് പറഞ്ഞ ആശയം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ആയത്തുകളൊക്കെ ഞാൻ വിശദീകരിച്ചു. ആ ആയത്തുകൾ മതി ഒരാൾക്ക് ശരിക്കത് ഉൾക്കൊണ്ടാൽ മരിക്കുന്നത് വരെയുള്ള അവൻ്റെ ജീവിതം നന്നാക്കാൻ. കാരണം മരണത്തോടുകൂടി അവസാനിക്കുന്നു എങ്കിൽ ആളുകൾക്കൊക്കെ ആത്മഹത്യ ചെയ്താൽ മതി. ഏത് ദുരിതവും ഏത് പ്രയാസവും, ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ആളുകളെ പറ്റിച്ച് ആഡംബര ജീവിതം നയിച്ച് അവസാനം പിടിക്കപ്പെടുമ്പം പോയിട്ട് ഇവൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും വരുമ്പം അത് സഹിക്കാൻ, ആ പരീക്ഷണം ഏറ്റെടുക്കാൻ, ആ പരീക്ഷണം ഉൾക്കൊള്ളാനും അനുഭവിക്കാനും തയ്യാറാകാതെ ഒരാൾ ജീവിതം അവസാനിപ്പിക്കുന്നു. ഇത് നമുക്ക് അല്ലാഹു ഒരു രോഗം നിശ്ചയിച്ചാൽ ആ രോഗത്തിൻ്റെ വേദന നമ്മൾ അനുഭവിക്കാനുള്ളതാണ്. പറഞ്ഞ മനസ്സിലായിണ്ട? നമ്മൾ അനുഭവിക്കാനുള്ളതാണ്. ആ വേദന അനുഭവിച്ചേ പറ്റൂ. നമ്മൾ ആ വേദന അനുഭവിക്കണം. കാരണം അല്ലാഹു തആല അത് നമുക്ക് നൽകുന്നതിൻ്റെ പിന്നിൽ പല യുക്തിയുമുണ്ട്. എന്താ റസൂൽ പറഞ്ഞത്? ഒരാൾക്ക് സ്വർഗം കൊടുക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ സ്വർഗത്തിൽ കടത്താൻ മാത്രമുള്ള അമലുണ്ടാവില്ല. അപ്പൊ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് സ്വർഗത്തിലെത്താനുള്ള ധാരാളം അമൽ കിട്ടണം. അതിന് അല്ലാഹു എന്ത് ചെയ്യും? അയാൾക്ക് രോഗം കൊടുക്കും. മനസ്സിലാണ്ട് പറഞ്ഞത്? ഈ രോഗം ഒരു മനുഷ്യൻ എന്താണ്, ഒരാള് ഒരു 100 കൊല്ലം ആരോഗ്യത്തോടെ ജീവിച്ചു, ഏതാനും ദിവസങ്ങൾ മഹാരോഗം ബാധിച്ച് ജീവിച്ചു. ഈ 100 കൊല്ലം ജീവിച്ച് ചെയ്ത അമലിനേക്കാൾ ഈ രോഗിയായി വേദന സഹിച്ച് ഏതാനും നാളുകൾ ഇയാൾ ചെയ്യുന്ന അമലുണ്ടല്ലോ, ആ അമലുകൾ മതിയാവും ഇയാൾക്ക് എവിടെത്താൻ? സ്വർഗത്തിലെത്താൻ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അള്ളാഹു ഒരാൾക്ക് പെട്ടെന്ന് സാമ്പത്തിക ദാരിദ്ര്യം നൽകി, കഷ്ടപ്പാട് നൽകി. ഒരാൾ ആൾക്കാർ ഇതിനൊന്നും തയ്യാറാകാതെ വേഗം പോയി ഓരോരുത്തരാണ്ട് ജീവിതം അവസാനിപ്പിച്ചാല് അള്ളാഹിനെ തോൽപ്പിക്കണ പരിപാടിയാണ്, അല്ലേ? ആണ്. അപ്പൊ ശരിക്ക് ഈ ഒരായത്ത്, അതായത് നമ്മൾ എങ്ങനെ ഇവിടുന്ന് മരിച്ചാലും, ഇപ്പൊ ഒരാൾ രോഗം എനിക്ക് സഹിക്കാൻ പറ്റില്ല, വേദന എനിക്ക് സഹിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ദാരിദ്ര്യം എനിക്ക് സഹിക്കാൻ പറ്റൂല, കഷ്ടപ്പാട് എനിക്ക് സഹിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ഒരാൾ ജീവിതം അവസാനിപ്പിച്ചാൽ അവസാനിച്ചോ? കഷ്ടപ്പാട് അവസാനിച്ചോ? വേദന അവസാനിച്ചോ? ഇല്ല. മരണത്തിന് ശേഷം വീണ്ടും ഒരു ജീവിതമുണ്ട് എന്നറിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ വേദനയും ഇതിനേക്കാൾ വലിയ കഷ്ടപ്പാടും കാത്തിരിക്കുന്നു എന്ന അറിവ് ഒരു മനുഷ്യനെ നന്നായി ജീവിക്കാൻ പ്രേരിപ്പിക്കും. അതാണ് ഇന്നാ നഹ്നു നുഹ്യിൽ മൗത്ത എന്ന് പറഞ്ഞാൽ. നമ്മളാ വായിച്ച ആയത്തുകളൊക്കെ അതാ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പം മരണത്തിന് ശേഷം രണ്ടാമതും ഒരു ജീവിതമുണ്ട്. അതാണ്, ആ ഒരു ചിന്തയാണ് അറബികളെ മാറ്റിയത്. ഖുർആൻ അവതരിക്കുന്ന കാലത്തിൽ ആൾക്കാരൊക്കെ മാറ്റിയത്. കാരണം അവർക്ക് ലക്ഷ്യമില്ലായിരുന്നു. ലക്ഷ്യം എന്താണ്? ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്? മരണത്തിന് ശേഷമുള്ള ജീവിതം രക്ഷപ്പെടുക എന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് കാണിച്ചു കൊടുത്തു. ശരി, ഇനി രണ്ടാമത്തെ കാര്യം, അത് നമ്മൾ കുറേ ആയത്തിൽ പഠിച്ചു. രണ്ടാമത്തെ കാര്യം, അതിലെ ഏതാനും ആയത്തുകളാണ്, 4 ആയത്താണ് നമ്മൾ നോക്കിയത്, അല്ലേ? 4 3 10
43, 82 അല്ലേ? ഈ 82 ഈ സൂറത്തിലെ ആയത്തുകളാണ് നമ്മൾ നോക്കിയത്. ഈ ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അള്ളാഹു എഴുതി വെക്കും എന്ന് പറഞ്ഞത്, അള്ളാഹു എഴുതി വെക്കുന്ന രീതി എങ്ങനെയാണ്? അള്ളാഹു എഴുതി വെക്കുന്നു എന്ന് പറഞ്ഞാൽ ആ എഴുതി വെക്കുന്ന രീതി എങ്ങനെയാണ്? അള്ളാഹു ഏത് കാര്യങ്ങളും നടപ്പിലാക്കുന്നത് ആരിലൂടെയാണ്? മലക്കുകളിലൂടെയാണ്, അല്ലെ? അപ്പൊ അള്ളാഹു നക്തുബ്, നാം എഴുതി വെക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. ഈ നാം എഴുതി വെക്കും എന്ന് പറഞ്ഞാൽ ഇന്ന റുസുലനാ യക്തുബൂന, മനസ്സിലായണ്ട? അത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആയത്തിലുള്ളതാണ്. നാം എഴുതി വെക്കും എന്ന് പറഞ്ഞാൽ ഈ എഴുതി വെക്കൽ എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ ദൂതന്മാരായ മലക്കുകൾ എഴുതി വെക്കുന്നു എന്ന്. അതാണ് നമ്മൾ ഇന്ന റുസുലനാ യക്തുബൂൻ എന്ന് അതിൻ്റെ ഷറഹ് പഠിച്ചത്. നാം എഴുതി വെക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആരിലൂടെ നടത്തുക? മഴ വർഷിപ്പിക്കുന്നത് ആരാ? അള്ളാഹു. അത് നടപ്പിൽ വരുത്തുന്ന അതിലൂടെ? മലക്കിലൂടെ. മരിപ്പിക്കുന്നത് ആരാ? അള്ളാഹു, അല്ലെ? അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, അള്ളാഹ് മരിപ്പിക്കുന്ന ഖുർആനിൽ പറഞ്ഞത്, അല്ലെ? അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, മരണസമയത്ത് ആത്മാവിനെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നത് അള്ളാഹു യതവഫ, അല്ലാഹ്. അപ്പൊ അത് എങ്ങനെയാ പറഞ്ഞത്? മലക്കുൽ മൗത്തിലൂടെ. യതവഫാക്കും മലക്കുൽ മൗത്ത്. അതിന്റെ തദബ്ബുറാണ് ഞാൻ ഈ പറയണത്, മനസ്സിലാണ്ട് പറ. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ എന്ന സുമറിലെ ആയത്തിനെ സൂറത്ത് സജദയിലെ ആയത്ത് വിശദീകരിക്കുകയാണ്. അല്ലാഹു യതവഫൽ അൻഫുസ, യതവഫാക്കും മലക്കുൽ മൗത്ത് അല്ലദീ വക്കില ബിക്കും. മലക്കുൽ മൗത്താണ് മരിപ്പിക്കുക, അള്ളാഹ് മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ മലക്കുൽ മൗത്തിലൂടെ ഇതേപോലെ എഴുതി വെക്കുന്നു എന്നത് ആരാണ് എഴുതി വെക്കുന്നത്? മലക്കുകൾ എഴുതി വെക്കുന്നു. അവിടെ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എഴുതി വെക്കുന്ന കാര്യം കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. ശരി, എങ്കിൽ നമ്മൾ അള്ളാഹിനോട് നമ്മളെ ചില കാര്യം എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടണം. നമ്മൾ ചില കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി ആരോട് ആവശ്യപ്പെടണം? അള്ളാഹിനോട് ആവശ്യപ്പെടണം. ഒരു ഉദാഹരണം പറയാം. ഷഹാദത്ത് അംഗീകരിച്ചുകൊണ്ട് ഷഹാദത്തിന് സാക്ഷിയായി നമുക്ക് മരിക്കണം, വേണ്ടേ? ഷഹാദത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ നമുക്ക് സത്യസാക്ഷിയായി മരിക്കണം. രക്തസാക്ഷിയല്ല, ഷഹീദല്ല, ഷാഹിദ്. ഷഹീദും ഷാഹിദും വ്യത്യാസമുണ്ട്. ഷാഹിദ് എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമക്ക് സാക്ഷിയായിട്ട്, എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈമാനോട് കൂടി മരിക്കാന്ന്. അപ്പൊ അത് ആരൊക്കെയാണെന്ന് ആര് എഴുതി വെച്ചിട്ടുണ്ട്? അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആർക്കൊക്കെയാണ് ഈ സാക്ഷ്യം ഉണ്ടാവുക എന്നത് ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു കുട്ടി ജനിക്കുമ്പോൾ അള്ളാഹു പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു കൊണ്ടാണ് ഒരു കുട്ടി ജനിക്കുന്നത്. ഏത് കുട്ടി, അത് മുഹമ്മദിൻ്റെ കുട്ടിയാണെങ്കിലും രാമൻ്റെ കുട്ടിയാണെങ്കിലും തോമസിൻ്റെ കുട്ടിയാണെങ്കിലും ഏത് കുട്ടിയും ജനിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു കൊണ്ടാണ്. അള്ളാഹു പറഞ്ഞെന്ന കാര്യമാണ്, ഖുർആനിലുള്ള കാര്യമാണ്. എന്നാൽ അത് ജീവിച്ചുകൊണ്ട് ജനിക്കുന്നത്, ശ്രദ്ധിക്കണം, ജനിക്കുന്നത് ഏതൊരു കുട്ടിയും ഇത് അംഗീകരിച്ചുകൊണ്ട്, ജീവിക്കുന്നത് അത് അംഗീകരിച്ചുകൊണ്ടായിരിക്കണം മരിക്കുന്നത് വരെ. അതാണ് ഷഹാദത്തിന് സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ. അതാരൊക്കെ? മുസ്ലിമായ വാപ്പാന്റെ മകനായി ജനിച്ചത് കൊണ്ട് കിട്ടണമെന്നില്ല. അമുസ്ലിമായ ഒരു വാപ്പാന്റെ ഉമ്മാന്റെ മകനായി, ഒരു അച്ഛൻ്റെ അമ്മൻ്റെ മകനായി ജനിച്ചത് കൊണ്ട് കിട്ടാതിരിക്കണം എന്നുമില്ല. മനസ്സിലായിട്ടല്ല പറഞ്ഞത്? എങ്ങനെയാണ് നമ്മൾ മരിക്കുക എന്നറിയില്ല. ശരി, അങ്ങനെ ആ ലിസ്റ്റിൽ നമ്മളെ പേര് ആര് എഴുതി വെക്കണം? അള്ളാഹു എഴുതി വെക്കണം. അത് നമ്മൾ അള്ളാഹിനോട് ചോദിച്ച് വാങ്ങണം, പ്രാർത്ഥിച്ചു കൊണ്ട് വാങ്ങണം. അതാണ് ഇനി നമുക്ക് മറിക്കാനുള്ളത്. അപ്പം നിങ്ങൾ
സൂറത്ത് ആൽ ഇമ്രാനിലെ 3-ാം അധ്യായത്തിലെ 53-ാമത്തെ ആയത്ത്. റബ്ബന ആമന്ന ബിമാ അൻസൽത വത്തബഅന റസൂല ഫക്തുബിന മഅശ്ശാഹിദീൻ. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. നമ്മൾ ഖുർആനിലെ ചില രത്നങ്ങളാണ് നമ്മൾ കണ്ടെത്തുന്നത്. കാരണം എന്താ പറയുക, ഇതൊക്കെ ഈ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാകാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഒരു പൊസിഷനാണ്. കാരണം എന്താണെന്ന് പറയുക, ഖുർആനിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ എന്നും ഒരു റബ്ബന ആതിനാ ഫിദ്ദുനിയ, അത് മോശമെന്നല്ല പറഞ്ഞത്, റബ്ബന ഹബ് ലനാ ഇങ്ങനെ കുറേ പ്രാർത്ഥനകൾ എല്ലാവർക്കും അറിയാവുന്ന കുറേ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ അതിൻ്റെ കൂടെ ചില പ്രത്യേക പ്രാർത്ഥനകൾ പറയുന്നവരായി നമ്മൾ മാറുക എന്നത് വല്ലാത്തൊരു തൗഫീഖാണ്. നിങ്ങൾ നോക്കി ഈ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളിത് പറഞ്ഞ മുമ്പ് ഒന്ന് ശ്രദ്ധിക്കാം. ഈ പ്രാർത്ഥന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ ത്യാഗം സഹിച്ച് ഈസാ നബിയെ ജനങ്ങൾ ഒറ്റപ്പെടുത്തിയപ്പോൾ ഈസാ നബി സങ്കടത്തോടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഖുർആനിൽ പല സ്ഥലത്തും ഇത് ആവർത്തിക്കുന്നുണ്ട്. എന്നെ ആര് സഹായിക്കും? അള്ളാഹുവിൻ്റെ സഹായികളായി നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആര് വരും എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഈസാ നബിയുടെ കൂടെ ജീവിച്ച, ഈസാ നബിയുടെ തൊട്ടടുത്ത ഏറ്റവും പ്രിയപ്പെട്ട അനുയായികൾ, ഈസാ നബിൻ്റെ സ്വഹാബികൾ, ഈസാ നബിയുടെ കൂടെ ജീവിച്ച ഈസാ നബിയുടെ സഹവാസികളായ ആ വിശ്വാസികളായ ത്യാഗം സഹിക്കാൻ തയ്യാറായി വന്ന ആ ആളുകൾ പറഞ്ഞ വാക്കാണ്, പടച്ചോനെ ഞങ്ങൾക്ക് ദുനിയാവിലൊന്നും വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന ഈസാ റസൂലല്ലാഹ് എന്നതിന് സാക്ഷിയായിട്ട് മരിച്ചാൽ മതി. ഇതെന്തിനാ ഖുർആനിൽ പറഞ്ഞു തരുന്നത്? ഇനി മുഹമ്മദ് നബിൻ്റെ അനുയായികൾ ഇതെങ്ങനെ പറയാന്നുള്ളത് ഇനി അടുത്ത ആയത്തിൽ നിങ്ങൾക്ക് കാണാം. മുഹമ്മദ് നബിൻ്റെ അനുയായികൾ ഇതേ വാക്ക് ആവർത്തിക്കുന്നുണ്ട്. അത് ആവർത്തിക്കണത് എങ്ങനെ അറിയാങ്ങൾ? ഈ രൂപത്തിലും കൂടിയല്ല, കുറച്ചും കൂടി എന്താ പറയുക, ഹൃദയസ്പർക്കായ രൂപത്തിലാണ് അവർ ആവർത്തിക്കുന്നത്. അത് ആയത്ത് ഞങ്ങൾക്ക് വേറെ കാണിച്ചു തരാം. ഇവിടെ ആയത്ത് നോക്കി 52 നോക്കിയാൽ 53-ാമത്തെ ആയത്താണ് ഞാൻ മറക്കാൻ പറഞ്ഞത്. 52 നോക്കി. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കാണാം. ഫലമ്മ അഹസ്സ, കണ്ടില്ല നിങ്ങൾ? കൈവെക്കണം വായിക്കുന്നിടത്ത്. ഫലമ്മ അഹസ്സ ഈസാ മിൻഹുമുൽ കുഫ്റ, എന്നിട്ട് ഈസാ നബിക്ക് അവരുടെ നിഷേധ സ്വഭാവം കുഫ്ർ ബോധ്യമായപ്പോൾ, അതായത് ഈസാ നബി തൻ്റെ ജനതയെ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചിട്ട് അവർ കുഫ്റിലേക്കാണ് പോണത്. അങ്ങനെ ആ കുഫ്ർ ഈസാ നബിക്ക് ബോധ്യപ്പെട്ടപ്പോൾ, എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈമാനിലേക്ക് വരുന്നില്ല, കുഫ്റിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ഖാല, ഈസാ നബി ഹൃദയത്തിൽ തട്ടി ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദ്യം? മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹുവിങ്കിലേക്ക് എൻ്റെ സഹായികളായി നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? എന്താണ്? അള്ളാഹുവിങ്കിലേക്ക് എൻ്റെ സഹായികളായി നിങ്ങൾ ആരെങ്കിലും വരാൻ തയ്യാറുണ്ടോ എന്നാരാ ചോദിക്കണത്? ഈസാ നബി ചോദിക്കുകയാണ്. ഖാലൽ ഹവാരിയൂന, ഈ ഹവാരികൾ പറഞ്ഞു, ഇവരാണ് ഈസാ നബിൻ്റെ സ്വഹാബികൾ ഞാൻ പറഞ്ഞത്, അവരെ പേരാണ് ഹവാരികൾ എന്നാ പറയുക. എന്താ പറയാ? ഹവാരികൾ. ഈ ഹവാരികൾ പറഞ്ഞു, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങളുണ്ട് താങ്കളുടെ കൂടെ അള്ളാഹിൻ്റെ സഹായികളായിട്ട്. അൻസാറുല്ലാഹ്, ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്. വഷ്ഹദ് ബി അന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിന് അനുയായികളാണ് മുസ്ലിമീങ്ങൾ എന്നത് നമ്മൾ തിരുത്തി മനസ്സിലാക്കണം. മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചു പോയ പ്രവാചകന്മാർ അംഗീകരിച്ച ആളുകളൊക്കെ ആരാണ്? മുസ്ലിമീങ്ങളാണ്. കാരണം പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ പ്രവാചകന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു കൊടുത്തൊക്കെ എന്താ ഞങ്ങൾ മുസ്ലിമാന്ന് പറയുന്നുണ്ട്. ഇബ്രാഹിം നബി ഇസ്മായിൽ റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക കാണാം. അങ്ങനെ ഖുർആനിൽ പല പ്രവാചകന്മാരെ കുറിച്ചും പറയുന്നുണ്ട്. ഇനി അതിന് ശേഷമാണ് 53-ാമത്തെ ആയത്ത്. അവർ പ്രാർത്ഥിക്കുകയാണ്. കണ്ട, അവർ പ്രാർത്ഥിച്ചു എന്നാണ് അർത്ഥം. റബ്ബന, അവരുടെ പ്രാർത്ഥന എന്താ? പ്രാർത്ഥന ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ അൻസൽത, താങ്കൾക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ ആദ്യം ശ്രദ്ധിച്ചോളി, ഷഹാദത്ത് അംഗീകരിക്കണമെങ്കിൽ ആദ്യം ആ പ്രവാചകന് ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കണം. വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥം ആ നബിന്റെ ഗ്രന്ഥാണെന്ന് വിശ്വസിച്ചാൽ മതിയോ? മതിയോ? പോരാ. ആ വേദഗ്രന്ഥം അംഗീകരിക്കുക എന്നാണ് പറഞ്ഞത്. ഇവിടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് തഫ്സീറിൽ അർത്ഥം കൊടുത്തത്. അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ ഒരു അഗ്രിമെന്റ് അംഗീകരിച്ചോ ഇല്ലേ എന്ന് ചോദിക്കണം. അംഗീകരിച്ചു എന്ന് പറയണമെങ്കിൽ ഈ കരാർ, ഈ അഗ്രിമെന്റ് ഞാൻ അംഗീകരിച്ചു എന്ന് പറയണമെങ്കിൽ അത് വായിച്ചു നോക്കണ്ടേ? അത് വായിക്കണ്ടേ? എത്ര വട്ടം വായിക്കൂ? ദുനിയാവിലെ അഗ്രിമെന്റ് ആണെങ്കിൽ എത്ര വട്ടം വായിക്കൂ? ഞമ്മക്ക് മനസ്സിലായിട്ട് പിന്നെ നമ്മൾ വേറെ ഇതിന്റെ എക്സ്പേർട്ടുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓലക്കോട്ട് ഒന്നുകൂടി വായിപ്പിക്കും അല്ലേ? അള്ളാഹും നമ്മളും തമ്മിലുള്ള കരാറാണ്, എഗ്രിമെന്റ് ആണ് ഈ വേദഗ്രന്ഥം ഖുർആൻ. എത്ര ആൾക്കാർ ഇത് വായിച്ചു നോക്കിയിരുന്നത്? ഇത് വായിച്ചു നോക്കിയാലല്ല അംഗീകരിക്കുക. ഇത് വായിച്ചു നോക്കിയാലല്ല അംഗീകരിക്കുക. വായിച്ചിട്ടുണ്ടോ? അപ്പൊ ആദ്യം എന്ത് വേണം? ഇത് അംഗീകരിക്കണം. ആദ്യം മുസ്ലിമീങ്ങളാന്ന് പ്രഖ്യാപിച്ചു, പിന്നെ വേദഗ്രന്ഥം. ഇവിടെ നോക്കി, നിങ്ങൾ ഗ്രന്ഥത്തിന്റെ പേര് പറഞ്ഞില്ല. അവരുടെ വേദഗ്രന്ഥമാണോ അത്? അത് നബി പ്രവാചകൻ അള്ളാഹു ഇറക്കിക്കൊടുത്ത ഗ്രന്ഥം ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ബാക്കി വത്തബഅന റസൂല, ആ റസൂലിനെ ഞങ്ങൾ പിൻപറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഫക്തുബിനാ, അതാണ് വിഷയം. ഞങ്ങളെ രേഖപ്പെടുത്തണമേ മഅശ്ശാഹിദീൻ, ഈ ഷാഹിദുകളെ കൂട്ടത്തിൽ, ഈ ഷഹാദത്ത് അംഗീകരിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പേര് നീ രേഖപ്പെടുത്തണമേ. അപ്പം ഇന്നാ നഹ്നു നുഹീൽ മൗത വനക്തുബു മാ ഖദ്ദമു. എന്താ പറഞ്ഞ ഖദ്ദമു എന്ന് പറഞ്ഞാൽ എന്താ? ജീവിക്കുന്നത് വരെ ചെയ്തത് നാം എഴുതി വെച്ചു എന്നല്ലേ? അല്ലേ? എന്താ പറഞ്ഞത്? ജീവിതം എഴുതി വെച്ചു എന്നാ. എന്താണ്? നമ്മുടെ ജീവിതം എഴുതി വെച്ചു എന്നാണ്. അപ്പൊ നമ്മൾ അള്ളാഹിനോട് എഴുതി വെക്കാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. എന്താ അപേക്ഷിക്കേണ്ടത്? പടച്ചോനെ, ഞങ്ങളുടെ പേര് ഈ കാര്യം അംഗീകരിച്ച് ഇതിന് സാക്ഷിയായി ഷഹാദത്ത് അംഗീകരിച്ച് മരിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പേര് രേഖപ്പെടുത്തണമേ. ഫക്തുബിനാ മഅശ്ശാഹിദീൻ. അപ്പം എഴുതി വെക്കുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതി വെക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളൊക്കെ വിഷയത്തിൽ. അത് ആ ലിസ്റ്റിൽ വരാൻ വേണ്ടി നമ്മൾ അള്ളാഹിനോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പം ഈ ആഴ്ച ഈ റമദാനിലെ ഈ ക്ലാസ് ഒരു പ്രാർത്ഥന നമുക്ക് പഠിച്ചാളാം. നമ്മൾ റമദാനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥനകൾ ധാരാളം പഠിക്കുക. നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കുറച്ചും കൂടി ഗൗരവട്ടാ. എന്താ? രണ്ട് തരം പ്രാർത്ഥന ഇല്ലേ? ഒന്ന് നമുക്ക് വേണ്ടിയും മറ്റൊന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയും. ഈ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഗൗരവം എന്താ? ആലോചിച്ചിട്ടുണ്ടോ?
അതെ, ഞാനതല്ല ചോദിച്ചത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഗൗരവം എന്താണെന്നറിയോ? ഞാനൊന്ന് പറഞ്ഞുതരാം, നിങ്ങൾക്ക് മറക്കാതിരിക്കാൻ പറഞ്ഞുതരാം. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവർക്ക് കിട്ടേണ്ട ഹക്കാണ്. ഇനി ഹക്ക് എന്ന അറബി വാക്ക് മലയാളം പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ആ അറബി തന്നെ ഉപയോഗിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഹക്കാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അവകാശമാണ്, ചോദ്യം ചെയ്യപ്പെടും. ഇപ്പം ഞാനത് നിങ്ങൾക്ക് ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞുതരാം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഖുർആനിൽ 4 പ്രാർത്ഥന, 4 പ്രാർത്ഥന പറയുന്നുണ്ട്. 4 പ്രാർത്ഥന ഖുർആനിൽ കാണാം. അതിൽ 2 ഒരു കുട്ടി ജനിക്കുന്നതിൻ്റെ മുമ്പാണ്. നമുക്ക് കുട്ടികൾ ഉണ്ടായതിൻ്റെ മുമ്പ്, 2 കുട്ടികൾ ഉണ്ടായതിൻ്റെ ശേഷം. മനസ്സിലായിണ്ട? 2 കുട്ടി ജനിക്കണ മുമ്പ്. ഒന്ന് കുട്ടിക്ക് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ 2 ഭാര്യ ഗർഭിണിയായി പ്രസവത്തിൻ്റെ അടുത്ത സമയമായാൽ പ്രസവിക്കണ തൊട്ട് മുമ്പ് ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കണ്ടേ. 2 അതിന് ശേഷം 2 പ്രത്യേക മർഹലകളിൽ സ്ഥാനത്ത് പ്രാർത്ഥിക്കണ്ടേ. ഇത് മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ട ഹക്കാണ്. നമ്മളെ മക്കൾക്ക് ഇത് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നാളെ ചോദ്യം ചെയ്യപ്പെടും. മനസ്സിലായിണ്ട? മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മക്കളുടെ ഹക്കാണ്. മനസ്സിലായിണ്ട പറഞ്ഞ്? 3 പ്രാർത്ഥന ഉണ്ട്. ഒന്ന് ഏത് സമയത്തും ഏത് പ്രായത്തിലും പ്രാർത്ഥിക്കാനുള്ളത്. 2 40 വയസ്സായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. 3 അങ്ങേ അറ്റത്തെ പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടി. പള്ളിക്ക് നോമ്പുറക്കാൻ ചെന്നു, അവിടെ നിന്ന് അന്നൊരു നോമ്പ് തുറണ്ട്, അതായത് ഒരു സാധു നോമ്പുറപ്പിക്കുകയാണ്. ആ വ്യക്തിക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ട ഒരു ഹക്കുണ്ട്. അഫ്തറ ഇൻദകും സ്വായിമൂൻ വഅകല ത്വആമകുമുൽ അബ്റാർ വസല്ലത്ത് അലൈക്കുമുൽ മലായിക. ഈ പ്രാർത്ഥന ഈ നോമ്പ് തുറപ്പിക്കുന്ന വ്യക്തിക്ക് കിട്ടേണ്ട ഹക്കാണ്. നമ്മളെ ഒരാൾ കല്യാണത്തിന് വിളിച്ചു, സൽക്കാരത്തിന് വിളിച്ചു, അയാളെ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോരുമ്പോൾ അയാൾക്ക് കിട്ടേണ്ട ഒരു അവകാശമുണ്ട് നമ്മളിൽ നിന്ന്. എന്താണ്? അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. ഇതിൻ്റെയൊക്കെ അർത്ഥം അറിഞ്ഞാൽ സഹോദരങ്ങളെ, ഇത് നമുക്ക് നഷ്ടപ്പെട്ടാൽ, നമുക്ക് വേറൊരാൾക്ക് വേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ അത് ചോദ്യം ചെയ്യപ്പെടും. ഞാനീ പറഞ്ഞത് പ്രാർത്ഥനകൾ, മറ്റുള്ളവർക്കുള്ള പ്രാർത്ഥനകൾ ഹക്കാണ്. അത് പഠിക്കൽ നിർബന്ധം. ഈ റമദാനിൽ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തിയിട്ട് പ്രാർത്ഥനകൾ പഠിക്കുക. ഇവിടെ ഈ പ്രാർത്ഥന, ഇത് നമ്മൾ വനക്തുവും കദ്ദമും ആസാറഹും നമ്മൾ പറഞ്ഞല്ലോ. ഈ പ്രാർത്ഥന നമ്മളൊന്ന് ഇന്ന് മുതൽ ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിലേക്ക് ഒന്ന് ഉൾപ്പെടുത്തുക. ഇതാര് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹവാരികൾ പ്രാർത്ഥിച്ച ഹവാരികളെ കുറിച്ച് ഖുർആനിൽ വേറെയും പല സ്ഥലത്ത് പറയുന്നുണ്ട് കേട്ടോ. അള്ളാഹു ശക്തി കൊടുത്തു എന്ന് പറയുന്നു. വഅയ്യദിനല്ലദീന ആമനു അലാ അദുവിഹിം വഅസ്ബഹു ളാഹിരീൻ ഖാലൽ ഹവാരിയൂന മൻ അൻസാരി ഇലല്ലാഹ് ഖാലൽ നഹ്നു അൻസാറുല്ലാഹ് വആമനത് ത്വായിഫത്തും മിൻ ബനി ഇസ്രായീല വകഫറത് ത്വായിഫ ഫഅയ്യദിനല്ലദീന ആമനു അലാ അദുവിഹിം ഫഅസ്ബഹു ളാഹിരീൻ. അല്ലാഹു ഒരു പ്രത്യേകമായ ശക്തി തരുന്ന. അപ്പോൾ ഈ പ്രാർത്ഥന ഖുർആനിൽ പറഞ്ഞു തന്നത് നമ്മൾ പഠിക്കാൻ. ആരെന്നറിയോ? നമ്മൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുന്ന ആൾക്കാർ. കാരണം നമുക്ക് ഇവിടെ പറയാൻ പറ്റുള്ളൂ എന്ത്? റബ്ബന ആമന്ന ബിമാ അൻസൽത. ഇത് പറയണമെങ്കിൽ ആർക്കേ പറയാൻ പറ്റുള്ളൂ? ഖുർആൻ പഠിക്കുന്ന ആൾക്കല്ലേ പറയാൻ പറ്റുള്ളൂ. എല്ലാത്തിലും പറയാൻ പറ്റുമോ? അപ്പോൾ ഈ പ്രാർത്ഥന വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഒരു ഖുർആൻ പഠിതാവിൻ്റെ പ്രാർത്ഥനയാണ്. ഇതുകൊണ്ടാണ് ഒരു ഖുർആൻ പഠിതാവിൻ്റെ ശ്രേഷ്ഠത വേറെ ആർക്കും ഇല്ല എന്ന് പറഞ്ഞത്. ഖുർആൻ പഠിക്കുന്നവൻ്റെ ശ്രേഷ്ഠത വേറെ ആൾക്കും ഇല്ല എന്ന് പറയാൻ കാരണം ഇങ്ങനെയുള്ള കുറേ മറ്റുള്ളവർക്കൊന്നും കിട്ടാത്ത കുറേ കാര്യങ്ങൾ കിട്ടുന്നവരാണ് ആര്? ഖുർആൻ പഠിക്കുന്ന ആൾക്കാർ. അപ്പം ഖുർആൻ പഠിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിലുള്ള ഖുർആൻ പഠിതാവാണോ എന്ന് അറിയാൻ വേറെ ആർക്കും കിട്ടാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കണമെന്ന് ചോദിച്ചാൽ മതി.
അപ്പോൾ അവൻ്റെ പഠനം ശരിയാണെന്നുള്ളത് അറിയും. എല്ലാവർക്കും കിട്ടാത്ത ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഇപ്പം ഈ പ്രാർത്ഥന ഒന്ന് പഠിക്കുക. നിങ്ങൾ 2 വട്ടം പഠിക്കാൻ പറ്റും. എന്നിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എത്ര മുസ്ലിമീങ്ങൾ ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 40 കൊല്ലമായിട്ട് ഖുറാൻ ക്ലാസ് പോണവരും 30 കൊല്ലമായിട്ട് ഖുറാൻ ക്ലാസ് പോണവരും പിന്നെ ഖുറാൻ മൊത്തം പഠിച്ച് തീർത്തോലും ഒക്കെ ഉണ്ടല്ലോ. ഇവരുടെയൊക്കെ കൂട്ടത്തിൽ ഇങ്ങനെ ഈ പ്രാർത്ഥിക്കാൻ പഠിച്ച ആൾക്കാരുണ്ടാവുമെന്ന് ചോദിക്കുക നിങ്ങൾ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതെന്തിനാണ്? ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ഗൗരവം, ഇതിൻ്റെ വലുപ്പം, ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് ഖുർആൻ പഠിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി. അല്ലാതെ വേറൊന്നുമല്ല. ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകതയും പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ശരി, എന്താണ്? റബ്ബന പറഞ്ഞോളൂ. റബ്ബന ആമന്ന ബിമാ അൻസൽത. റബ്ബന ആമന്ന ബിമാ പറഞ്ഞോളി. ഇവിടുന്ന് കാണാൻ പഠിക്കുള്ളൂ. റബ്ബന ആമന്ന ബിമാ അൻസൽത. എന്നിട്ട് പറയട്ടെ, ഒന്നും കൂടി. റബ്ബന ആമന്ന ബിമാ അൻസൽത. ഒന്നും കൂടി. കാണാതെ ഒന്നും കൂടി. വത്തബഅന റസൂല. എന്താണ് അവിടെ? വത്തബഅന റസൂല എന്നുള്ള അങ്ങനെ ഓതാൻ പാടില്ല. വത്തബഅന എന്ന് നീട്ടാനുള്ള അലിഫും റസൂല എന്ന് നീട്ടാനുള്ള അലിഫും രണ്ടും സുക്കൂനുള്ള അലിഫാണ്. ഉച്ചരിക്കാൻ പാടില്ല. 2 സാക്കന അലിഫ് ഒരുമിച്ച് വന്നാൽ ഉച്ചരിക്കാൻ പാടില്ല. അപ്പം വത്തബഅന റസൂല എന്താണ്? വത്തബഅന റസൂല ഫക്തുബിനാ മഅ ഷാഹിദീൻ. തലക്കെന്ന് പറയട്ടെ. റബ്ബന ആമന്നാ ബിമാ അൻസൽത വത്തബഅന റസൂല ഫക്തുബിനാ മഅ ഷാഹിദീൻ. ഒന്നും കൂടി. റബ്ബന ആമന്നാ ബിമാ അൻസൽത. 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 റബ്ബന ആമന്നാ ബിമാ അൻസൽത വത്തബഅന റസൂല. റബ്ബന ആമന്നാ ബിമാ അൻസൽത വത്തബഅന റസൂല. റബ്ബന ആമന്നാ ബിമാ അൻസൽത വത്തബഅന. പറയട്ടെ. റബ്ബന ആമന്നാ ബിമാ അൻസൽത. ഒന്നും കൂടി. കാണാതെ. റബ്ബന ആമന്നാ ബിമാ അൻസൽത വത്തബഅന റസൂല. റബ്ബന ആമന്നാ ബിമാ അൻസൽത വത്തബഅന റസൂല. പറയട്ടെ. ഫക്തുബിനാ മഅ ഷാഹിദീൻ. 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 ഫക്തുബിനാ മഅ മരിക്കണ സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ എൻ്റെ പേര് എഴുതി വെക്ക് പടച്ചോനെ എന്നാണ് ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ അവസരം കിട്ടാതെ, ഈ പ്രാർത്ഥന പഠിക്കാതെയാണ് നമ്മളെ മരണമെങ്കിലും ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്ലാസ്സും നമുക്ക് നഷ്ടപ്പെടുത്തരുത്. ആയുസ്സിൽ ഒരു ക്ലാസ്സും, കാരണം നമുക്കിത് വലിയ നഷ്ടമായിരിക്കും. ഖുർആനിലെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഈമാനും തഖ്വയും വർദ്ധിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മരണം കിട്ടാനൊക്കെ ആവശ്യമായ കാര്യങ്ങളാണ്. ഇത് പ്രാർത്ഥിക്കുന്ന ഒരാളായിട്ട് ഇത് പഠിച്ചാൽ ഇന്നത്തെ ളുഹർ മുതൽ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങും. ഇന്നത്തെ പ്രാർത്ഥന മുതൽ നമ്മളിതിൽ ഉൾപ്പെടുത്തി തുടങ്ങും. അതിന് ശേഷമാണ് മരണമെങ്കിൽ അള്ളാഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? ഉദൂനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, അസ്തജിബ് ലക്കും, ഉത്തരം തരാന്നാ. അല്ലേ? ദുആ ചെയ്യണം. പക്ഷെ നമുക്കത് അറിയാത്ത കുഴപ്പമുള്ളൂ. ദുആ ഇരുന്നാൽ അള്ളാഹ് എന്ത് ചെയ്യും? ഉത്തരം തരുമെന്ന് അള്ളാഹ് പറഞ്ഞതാ. അപ്പോൾ ആ ദോർക്കുന്നവരെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. ശരി, പ്രാർത്ഥിച്ചോളൂ. തലക്കെന്ന് പറയട്ടെ. റബ്ബന ആമന്നാ ബിമാ അൻസൽത വത്തബഅന റസൂല ഫക്തുബിനാ മഅ ഷാഹിദീൻ. റബ്ബന റസൂല ഫക്തുബിനാ മഅ ഷാഹിദീൻ. തലക്കെന്ന് തബഅന റസൂല ഫക്തുബിനാ മഅ ഷാഹിദീൻ. തലക്കെന്ന്
റബ്ബനാ ആമന്നാ ബിമാ അൻസൽത വത്തബഅനാ റസൂല ഫക്തുബിനാ മഅശ് ഷാഹിദീൻ. ഒന്നും കൂടി. റബ്ബനാ ആമന്നാ ബിമാ അൻസൽത വത്തബഅനാ റസൂല ഫക്തുബിനാ മഅശ് ഷാഹിദീൻ. തലക്കന്ന്. റബ്ബനാ ആമന്നാ ബിമാ അൻസൽത വത്തബഅനാ റസൂല ഫക്തുബിനാ മഅശ് ഷാഹിദീൻ. കാണാതെ. ഫക്തുബിനാ മഅശ് ഷാഹിദീൻ. ഒന്നും കൂടി. റബ്ബനാ ആമന്നാ ബിമാ അൻസൽത. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കാര്യം മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം എന്താ പറയുക, ഇത് പ്രാർത്ഥിക്കാനുള്ള ഒരു യോഗ്യത ഉള്ള ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം ആമന്ന ബിമ അൻസൽത, ആമന്ന ബിമ അൻസൽത അതെന്താണ്? ഇറങ്ങിയ വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ആ വിശ്വസിച്ചു എന്നുള്ളത് കേവലം നാവ് കൊണ്ട് പറയുന്ന ആൾക്കാരായിട്ട് കാര്യമില്ലെന്ന് ഖുർആൻ തന്നെ ഉണ്ട് അല്ല. അവരവരെ വായ കൊണ്ട് എന്ത് പറയുന്നു? ആമന്ന എന്ന് പറയുന്നു. പക്ഷെ എന്തായിട്ടില്ല? ഹൃദയത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഹൃദയത്തേക്ക് ഇറങ്ങണമെങ്കിൽ എന്ത് വേണം? ഇത് പഠിക്കണം. അപ്പോൾ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് ഇത് പറയാൻ യോഗ്യതയുള്ളൂ. രണ്ട്, ഇതിപ്പോൾ നമ്മൾ പഠിച്ചത് റമദാൻ മാസം നോമ്പ് വരിട്ടാണ് അല്ലേ. റമദാനിൻ്റെ അഹലുകാരാരാ? റമദാനിൻ്റെ അഹലുകാരാരാ? ഖുർആനിൻ്റെ അഹലുകാരാ. എന്താണ്? റമദാനിൻ്റെ അഹലുകാർ ഖുർആനിൻ്റെ അഹലുകാരാ. റമദാൻ മാസത്തെക്കുറിച്ചും റമദാനെ കുറിച്ചും പിന്നെ ഖുർആനെ കുറിച്ചും റമദാൻ മാസത്തെക്കുറിച്ചും പറഞ്ഞെടുത്ത് അള്ളാഹ് പറഞ്ഞത് എന്താണ്? ഫമൻ ഷഹിദ മിൻകുമു ഷഹ്റ ഫൽ, നിങ്ങൾ ആരെങ്കിലും ഈ മാസത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നോമ്പ് വിളിക്കുന്ന. ആരോടാ പറഞ്ഞത്? ഈ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള ഈ മാസത്തിൽ ഖുർആൻ പഠിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലായ പോയിന്റ്? മനസ്സിലായ? നോമ്പ് വെക്കണം, നോമ്പ് വെക്കണം. ആര്? ഈ ഖുർആൻ ഷഹ്റു റമദാൻ അല്ലദി, അല്ലദി നമ്മൾ പഠിച്ചത് അസ്മാഉൽ മൂസൂല പഠിച്ച ഓർമ്മല്ലേ? അല്ലദി ഉൻസില ഫീഹിൽ ഖുർആനാണ്. ഖുർആൻ പഠിക്കാത്തവരുടെ നോമ്പും ഖുർആൻ പഠിക്കാത്തവരുടെ അമലുകളുമൊക്കെ അത് വേറെയാണ്. മനസ്സിലാണ്ട പറഞ്ഞത്? അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എല്ലാത്തിനും എന്ത് വേണം? ചില യോഗ്യതകൾ വേണം. യോഗ്യതകൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യൂല? അതൊന്നും സ്വീകരിക്കപ്പെടൂല. നമ്മൾ ഏറ്റവും പ്രധാനം ഇപ്പം നമ്മൾ ഒന്നാമത്തെ, ഇന്ന് എത്രാമത്തെ നോമ്പ് അവിടെ? മൂന്നാമത്തെ. രണ്ട് നോമ്പ് നമ്മൾ പറഞ്ഞില്ലേ അല്ലേ? ഈ നോമ്പ് തുറന്നപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖു. ആ മൂന്നാമത്തെ കാര്യം വളരെ വലുതാ. ദഹബൽ ലമ, ദാഹം ശമിച്ചു, അത് ഉറപ്പാ. വബതല്ലത്തിൽ ഉറൂഖ്, നാടി നരമ്പുകളൊക്കെ നനഞ്ഞു, അതും സംഭവം ഉറപ്പാ. മൂന്നാമത്തെ കാര്യം എന്താ? വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്, കൂലി ഉറച്ചു എന്നാ അല്ലേ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാം? കൂലി എപ്പോഴും ഉറപ്പിക്കണം, ചെയ്യലല്ല. ചെയ്യുന്നതിനേക്കാൾ അപ്പുറം ഇത് ഉറപ്പിക്കല. കൂലി ഉറപ്പിക്കൽ വളരെ പ്രധാനമാണ്. അതെ, ആരിത് കബൂൽ ചെയ്യുമെന്നത് വളരെ പ്രത്യേകമായി നമ്മൾ അറിയേണ്ട കാര്യമാണ്. അതിൽ നിബന്ധനകൾക്ക് വിധേയമായി ചെയ്യുന്ന അമലുകളെ സ്വീകരിക്കുള്ളൂ അല്ലേ. ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഒരു ഓഫീസിൽ കൊടുത്താൽ ചില ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. എന്താ കാരണം? അത് ചെയ്യാൻ പറഞ്ഞ നിബന്ധനകൾ പാലിച്ചിട്ടില്ല, നിബന്ധനകൾ പാലിച്ചിട്ടില്ല അല്ലേ. നമ്മൾ ചെയ്യുന്ന ഏത് അമലും സ്വീകരിക്കാതെ വരും. എപ്പോൾ? നിബന്ധനകൾ പാലിച്ചില്ല. നിബന്ധന ഷർത്ത് പാലിച്ചിട്ടില്ല എന്നാൽ. ആ ഷർത്തിൽ ഏറ്റവും പ്രധാനമാണിത്. എന്ത്? ഒന്നാമത്തെ ഷർത്ത് എന്താ? ഏതൊരു അമലിൻ്റെ ഒന്നാമത്തെ ഷർത്ത് നിയ്യത്താണ്. എന്താണ്? ഈ നിയ്യത്ത് നിങ്ങൾ ഏത് ഗ്രന്ഥം പഠിച്ചോളൂ, നിയ്യത്ത് എന്ന് കൊടുത്തിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന വാക്കുണ്ട്, അൽ ഇഖ്ലാസ് എന്ന്. എന്താണ്? ഏത് അറബി ഗ്രന്ഥങ്ങൾ പഠിച്ചോളി, അതിൽ നിയ്യത്ത് എന്ന് കൊടുത്തിട്ട് ഒന്ന് അന്നിയ്യ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന വാക്ക് അൽ ഇഖ്ലാസ് എന്നാണ് ബ്രാക്കറ്റിൽ. എന്താ അങ്ങനെ വരാൻ കാരണം എന്നറിയോ? എന്താ വരാൻ കാരണം? നിയ്യത്ത് നവൈത്തു സോമഹദീൻ അനദായി ഫർള റമദാൻ എന്ന് പറയലല്ല. നിയ്യത്ത് എന്ന് അന്നിയ്യ അൽ ഇഖ്ലാസ് എന്നാണ്. ഇതാണ് ഒന്നാമത്തത്. കാരണം അമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന, ഇഖ്ലാസ് ഇല്ലാത്ത ഇബാദത്ത് കൽപ്പന ഇല്ല എന്നാ. കൽപ്പന ഇല്ല. വമാ ഉമിറു, നിങ്ങൾക്ക് കൽപ്പന ഇല്ല എന്നാ, ചെയ്യണ്ടെന്ന് കൽപ്പന ഇല്ല പറഞ്ഞാൽ ഇഖ്ലാസ് ഇല്ല. ഇഖ്ലാസാണ് നിയ്യത്ത്. ഇഖ്ലാസാണ് നിയ്യത്ത്. നിയ്യത്ത് എന്താണെന്ന് സംശയമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഏത് ഗ്രന്ഥം നിങ്ങൾ നോക്കിയാൽ അന്നിയ്യത്തു ബ്രാക്കറ്റ് അൽ ഇഖ്ലാസ് എന്ന് കാണാം. ഈ ഇഖ്ലാസ് എവിടെ നിന്നുണ്ടാണതാ? ഇഖ്ലാസ് ഈമാനിൽ നിന്നാണ്. എന്താണ്? ഈമാൻ എവിടുന്ന്? ഇൽമിൽ നിന്ന്. ഈമാൻ എവിടുന്ന്? ഇൽമിൽ നിന്ന്. ഇൽമ എവിടുന്ന്? ഖുർആൻ.
അല്ലമൽ ഖുർആൻ, അല്ലമൽ ഇൻസാന മാലമേലം, അറിയാത്ത പഠിപ്പിച്ചു. ഇഖ്ലാസ് ഈമാനിൽ നിന്ന്, ഈമാൻ എവിടുന്ന്? ഇൽമിൽ നിന്ന്. ഇൽമ എവിടുന്ന്? ഖുർആൻ. അപ്പോൾ ഇവിടുന്ന് ആദ്യം എന്താ വേണ്ടത്? നമ്പർ 1 ഏതാ? ഈ ഇൽമ ഉണ്ടാവണം. ഈ ഇൽമ ആണ് നമുക്ക് ഈമാൻ. കാരണം ഇതാണ്ട് പഠിക്കുമ്പോൾ ഈമാനിൻ്റെ ഉറക്കാണ്, വിശ്വാസൻ്റെ ഉറക്കാണ്. ഒരു അറിവാണ് നമ്മളെ വിശ്വാസം ഉറപ്പിക്കുന്ന സംഗതി അല്ലേ? നമ്മളെ ഉറപ്പിക്കുന്ന സംഗതി എന്താണ്? അറിവല്ലേ? അറിവാണ്. ഒരു സ്ഥലത്തൊരു സംഗതി ഉണ്ട് എന്ന് കേട്ട് നമ്മൾ ഉറപ്പിച്ചിട്ടില്ല, അതാണ്ട് പോയി കണ്ട് ആ സംഗതി കണ്ണുകൊണ്ട് കണ്ട് അല്ലെ, അതൊന്ന് വായിച്ചു നോക്കി അതൊന്ന് ഉറപ്പിക്കുകയാണ്. അപ്പോഴാണ് ആ ഉറക്കുക. അതാണ് ഈമാൻ. അപ്പോഴാണ് ഒരാൾക്ക് എന്തുണ്ടാകുക? ഇഖ്ലാസ് ഉണ്ടാകുക. ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി ചെയ്യാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? ഈമാന് വേണം. ആ ഈമാൻ അറിവെന്നുണ്ടാവുക. ഈ ഇൽമില്ലെങ്കിൽ ഈമാനും ഇല്ല, ഇഖ്ലാസും ഇല്ല, ഒന്നുമില്ല. അപ്പം നമ്മുടെ അമല് സ്വീകരിക്കണമെങ്കിലുള്ള ഷർത്തിൽ ഒന്ന് നിയ്യത്ത് ഇഖ്ലാസാണ്. ഇതില്ലാത്തതൊക്കെ വെറുതെയാണ്, ബാത്തിലാണ്. അപ്പോൾ ഒന്നാമത്തെ സന്തോഷം അതാണ്. എന്ത്? നമ്മളിതിൻ്റെ അഹ്ലുകാരായി എന്നുള്ളതാണ്. നമ്മളെ നോമ്പ് വെറുതാവൂല, നമ്മൾ സഹിച്ച ദാഹം വെറുതാവൂല, വിശപ്പ് വെറുതാവൂല. ഖുർആൻ പഠിക്കുന്ന ആൾക്കാരത് സബത്തിൽ. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് അതാ ഒരു സമാധാനമുണ്ട്. ഖുർആൻ പഠിക്കുന്ന ആളാണ് നമ്മൾ, ഖുർആനിൻ്റെ അഹ്ലുകാരായത് റമളാൻ്റെ അഹ്ലുകാരാണെന്ന് ചോദിച്ചാൽ. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം ഇത്തരം പ്രാർത്ഥനകളൊക്കെ നമുക്ക് ഇത് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയട്ടെ, എന്താണ്? റബ്ബന ആമന്ന ബിമാ അൻസൽത വത്തബഅന റസൂല ഫക്തുബിനാ മഅശ്ശാഹിദീൻ. എന്ന് പറയട്ടെ, റബ്ബന ആമന്ന ബിമാ അൻസൽത വത്തബഅന റസൂല ഫക്തുബിനാ മഅശ്ശാഹിദീൻ. ഒന്നുകൂടെ കാണാതെ, ബിമാ അൻസൽത വത്തബഅന റസൂല ഫക്തുബിനാ മഅശ്ശാഹിദീൻ. അപ്പോൾ ഇതെല്ലാവരും കാണാതെ പഠിച്ചിട്ടുണ്ട്. ഇനി മറന്നു പോരുത്. ഇത് മറക്കാതിരിക്കാൻ വേണ്ടത് അടുത്ത നിമിഷം മുതൽ ഇതിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ പിന്നെ മറക്കൂല. നമ്മളെ പ്രാർത്ഥനയിലേക്ക് ഇത് ഉൾപ്പെടുത്തുക. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പോൾ റസൂൽ പറഞ്ഞത് എന്താണ്? ഒരാളുടെ അള്ളാഹിൻ്റെ അടുക്കലുള്ള സ്ഥാനം അയാൾ അവസാനം ഓതിയ ആയത്താണ്. നിങ്ങൾ കേട്ടില്ലേ? അള്ളാഹുവിൻ്റെ അടുക്കൽ നിൻ്റെ സ്ഥാനം ഏതാണ്? ഇന്ന മൻസിലക്ക, തീർച്ചയായും നിൻ്റെ സ്ഥാനം നീ ദുനിയാവിന്ന് വേറ് പിരിഞ്ഞു പോകുമ്പോൾ, നിൻ്റെ മക്കളെയും കുടുംബത്തെയും സ്വത്തും മുതലൊക്കെ വിട്ടു പിരിഞ്ഞു പോകുമ്പം നിനക്ക് പോകാനുള്ള സ്ഥാനം എവിടെ? നീ അവസാനമായി ഓതിയ ആയത്തിൻ്റെ സ്ഥാനം എന്നാണ്. അപ്പോൾ ഇതൊരു പ്രാർത്ഥനയാണ്, ആയത്തുമാണ്. എന്താണ്? ഖുർആനിലെ ആലി ഇമ്രാനിലെ 53-ാമത്തെ ആയത്തുമാണ്, പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ എന്താ പറയണത്? പടച്ചോനെ, എവിടെ എങ്ങനെ ഞാൻ മരിക്കുകയാണെങ്കിലും, വെന്റിലേറ്ററിൽ കിടന്നാണെങ്കിലും ICUലാണെങ്കിലും റോട്ടുമേൽ എവിടെയെങ്കിലും കിടന്ന അപകടത്തിലാണെങ്കിലും ഇനി വീട്ടിൽ കിടന്ന് മക്കളെ കൂട്ടത്തിലാണെങ്കിലും ആരില്ലാത്തോടത്ത് കിടന്നാണെങ്കിലും ഒക്കെ ഫക്തുബിനാ മഅശ്ശാഹിദീൻ. കണ്ട പടച്ചോനെ, എന്നെ നീ കൊണ്ടുപോകുമ്പോൾ ആ എഴുതി വെച്ച ആൾക്കാരെ കൂട്ടത്തിൽ, ഷഹാദത്ത് കലിമ ചൊല്ലി മരിച്ച ആൾക്കാരെ കൂട്ടത്തിൽ എന്നെ നീ രേഖപ്പെടുത്ത പടച്ചോനെ എന്ന പ്രാർത്ഥന നമുക്കുണ്ടാകണം. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് മരണപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യന് പിന്നെ നിങ്ങൾ ആ മയ്യത്തിനടുക്കൽ ഇരുന്നൊരു യാസിൻ ഓതി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, പേര് നാനഹനു നുഹീൽ മൗത്താന്ന് മരിച്ചതിന് ശേഷം, അതാ ഞാൻ പറഞ്ഞത്, സൂറത്ത് യാസീനിലെ ഓരോ ആയത്തും മരിച്ചതിന് ശേഷം ഓതി കൊടുക്കേണ്ടതല്ല, ജീവിച്ചിരിക്കുമ്പോൾ ഓതിയിട്ട് അതിനനുസരിച്ച് ജീവിച്ച് മരിക്കേണ്ടതാണ്. ഏത്? ഈ സൂറത്തിന് അവസാനത്തിൽ അത് ആ ആശയം വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് കൂടുതൽ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം. ഇനിയും ഒരു പ്രാർത്ഥനയാണ്. ഇപ്പം നമ്മൾ ആരെ പ്രാർത്ഥന പഠിച്ച്? ഈസാ നബിൻ്റെ അനുയായി. ഇനി മുഹമ്മദ് നബിൻ്റെ അനുയായികൾ ഇതേ പ്രാർത്ഥന ആവർത്തിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന കുറച്ചും കൂടി ഹൃദയത്തിൽ തട്ടുന്ന പ്രാർത്ഥനയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടു പോരൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഈ റമദാനിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകളായി നമ്മൾ അമലുകൾ അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാവായതിനു ശേഷമുള്ള റമദാൻ എന്ന നിലക്ക്
അള്ളാഹു തആല ഇതിനു വേണ്ടി പറഞ്ഞിട്ടുള്ള എല്ലാ പദവികളും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏതാനും കാര്യങ്ങൾ നിങ്ങളോട് ഇസ്മായിൽ സാഹിബ് പറയും. അതിനുശേഷം നമുക്ക് സുബ്ഹാനകല്ലാഹുമ്മ പറഞ്ഞ് പിരിയാം.